നമസ്കാരം. അപ്പം മാളൂസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മാത്രമുള്ളൂ ഇൻട്രോ എടുക്കാൻ. ചോട്ട് വളരെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചാള വെച്ചിട്ട് ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. 2 ഡിഷ് ഉണ്ടാക്കുന്നുണ്ട് ചാള വെച്ചിട്ട്. അപ്പം നമുക്ക് കാണാം. ചോട്ട് നമുക്ക് ചാളക്കറി വെക്കണ കാട്ടിക്കൊടുക്കാം. ചോട്ട് വന്നു കാട്ടിക്കൊടുക്കാം. ആന്ന് പറഞ്ഞേ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ചാള. 1 കിലോ ചാളയുണ്ട്. നല്ല പലഞ്ഞീനൊക്കെ ഉള്ള നല്ല വലിയ ചാള ഉണ്ടാകും. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതിന്ന് 2 ടൈപ്പ് കറി ഉണ്ടാക്കാം. അതായത് പലഞ്ഞീന് വെച്ച് വേറൊരു ഫ്രൈയും, പിന്നെ ചാള കുരുമുളകിട്ട് വറ്റിച്ച് വെക്കുന്നൊരു കറിയുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ചാള ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പലഞ്ഞീന്. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞില്ലേ 2 കറിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചാള നമുക്ക് ആദ്യം കറി വെക്കാം. ചാള അതിന് വേണ്ടത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചതച്ചെടുത്തു. ഒരു തക്കാളി അരിഞ്ഞെടുത്തു. കുറച്ച് വേപ്പില, കുറച്ച് കളിക്ക് ആവശ്യമായിട്ടുള്ള കുടപ്പുളി. ഇത് നമുക്ക് കറി വെക്കാം. പിന്നെ നമ്മൾ പലഞ്ഞീൻ ഒരു തോരൻ പോലെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സവോള, ചെറിയൊരു സവോള എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, വേപ്പില, ഒരു മുട്ട, പിന്നെ പലഞ്ഞീനും. 1 കിലോ മീനിലുണ്ടായിരുന്ന പലഞ്ഞീനാണ് കേട്ടോ. നമുക്ക് മീൻ കറി വെക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് ചട്ടി വെക്കാം. ചട്ടി ചൂടാവട്ടെ. ചട്ടി ചൂടായി. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. ചട്ടി ചൂടായപ്പോൾ അതിൽ 2 ഉലുവ പൊട്ടിക്കാം. 2 ഉലുവ മതി, അധികം വേണ്ട. 2 ഉലുവ. പിന്നെ കുറച്ച് കടുക്. മുളക് കറിയാണ്, അതുകൊണ്ടാണ് ഞാനിത് കടുക് ഇടുന്നത്. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി. സാധനങ്ങളൊക്കെ ഇട്ട് വഴറ്റാം. ഞാൻ തനിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ പഞ്ചസാര വേണം. അതിലേക്ക് കുറച്ച് ഉപ്പിടാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടോ. ഇപ്പോഴേ നമുക്കിടാം. ഇപ്പം ആളുമാണ് വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഒറ്റക്കറി കൊണ്ട് പറ്റുന്നില്ല. സ്റ്റാൻഡ് ശരിയില്ല. സ്റ്റാൻഡ് കൊണ്ട് ശരിയാവുന്നില്ല. കുറേ നാളായി, പിന്നെ അതിന് തീരെ ബലമില്ല. ഇത് വഴഞ്ഞ് വരുമ്പോൾ അതിലൊരു ലേശം മല്ലിപ്പൊടി. അധികം മല്ലിപ്പൊടി വേണ്ട. ഇതായിത്രയും പിന്നെ വേണ്ടുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇങ്ങനെ വിളിച്ചാൽ വീഴുമോ?
ഇവിടെ അവിടെ പിടിച്ചോ. സുഖയില്ലേ? രണ്ടും കൂടെ പിടിച്ചിട്ട് ഇതിലേ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. ഞാനിതിൽ കുരുമുളക് പൊടിയാണ്, പച്ചമുളക് ചാച്ചിട്ടുണ്ട്. ഇല്ല, ഇതിപ്പോ കുരുമുളകിന്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്ന കറിയാണ്. അപ്പൊ കുരുമുളക് ചേർക്കാം. കുരുമുളക് ഇട്ടിട്ടുള്ള അല്ല എന്ത് മീനാണ്? ചാളക്കറി വേണ്ട, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ നല്ലോണം മൂക്കിട്ട് എടുക്കോ? ഇല്ല, കണ്ട നല്ലോണം മൂക്കട്ടെ. ഇതിങ്ങനെ ചുമന്നിരിക്കില്ല ഈ കറി. ശരിക്കൊരു ബ്രൗൺ കളറാ വീഡിയോയില്, പക്ഷെ അത്ര ബ്രൗൺ ആയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് അതൊന്നും സെറ്റാവട്ടെ. എളുപ്പമുണ്ടത്, വേഗം കഴിയും. ചാറിന് വേണ്ടി മാത്രം കുറച്ച് വെള്ളം. ഇതിലധികം ചാറ് ഉണ്ടാവില്ല ഈ മീനുകൾക്ക്. മുളക് മണം വന്നുണ്ട്, ചാറ് വരുന്നുണ്ട്. ഒരു മാസ്ക് എടുക്കാൻ ചാറ് ഇല്ലാത്ത കറിയാണുള്ളത്. ഇല്ല, ഇത്തിരി കൂടെ ഒഴിക്കും ചാറ്. ഓ, ആ സ്പൂണൊക്കെ പോകാ വരണ. ഇതിന് പുളിയൊക്കെ ഇളകി വരണം. നീന് പുളിയൊക്കെ ഇളകി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇത് മതി. എനിക്ക് ചാറുള്ള മീൻ കറി ഇഷ്ടം. അമ്മക്കോ പറ്റിയതാ? എനിക്ക് അധികം ചാറ് ഉള്ളത് ഇഷ്ടം. എനിക്ക് ചാറ് എന്താ ഇഷ്ടം എന്നറിയോ? ഇത് തിളക്കുമ്പോ മീൻ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് തിളപ്പിക്കാം. അപ്പഴേ കറി തിളച്ചു കേട്ടോ, വെള്ളം അത് ചാറ് തിളച്ചു. പിന്നെ ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഞാനൊരു ചാള 2 പീസാക്കിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ ചാളയാണ്. എല്ലാ ഉള്ളതിലും ഒരു ചാള 2 പീസാക്കാം. ചെറിയ ചാളാണെങ്കിൽ 1 പീസാക്കാം. ഒരു തരം മഞ്ഞ കറി. മുളക് പൊടി കുറവാ, പക്ഷെ എരിവുണ്ട്. കുരുമുളകാണിത്, കുരുമുളകിന്റെ ടേസ്റ്റാണ്. സാധാരണ കാശ്മീരി മുളക് പൊടി കാരണം നന്നായിട്ട് കളറും ഉണ്ട്. കുരുമുളക് കൂടുതൽ ഇട്ടിട്ടുണ്ട്, അത് കാരണം മുളക് പൊടി. ഇനിയിപ്പോ മുളക് പൊടിയുടെ കൂട്ടിയിട്ട് നല്ല കറി വെച്ചിട്ട് എരി കൂട്ടി തിന്നാണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ചോട്ട് വന്നിട്ടുണ്ട്. ഹായ് പറഞ്ഞേ, ഹായ് പറയേ. എന്തൊക്കെയുണ്ട് വിശേഷം? ഗൈസിനോട് ചോദിച്ചാൽ എന്തൊക്കെയാണ് വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം ഗൈസ്? കുട്ടിക്ക് ചാമ്പാറുണ്ട്. നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം. തള നല്ലോണം വന്നിട്ട് ഇതാക്കാം. അപ്പം ആ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പലഞ്ഞീൻ നമുക്ക് ഫ്രൈ ചെയ്യാം. സാധാ വെറുതെ ചുമ്മാ ഫ്രൈ ചെയ്യണല്ലോ. അപ്പം ഞാനൊരു ഇരുമ്പിൻ്റെ എന്തൊക്കെയുണ്ട്, പരിമീനുണ്ട്, വീണ്ടും മുട്ടയുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണിട്ടത്. അത് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കാം. പുകയൊക്കെ ചെറുതായി വന്നിടുന്നുണ്ട്. ഞാനേ ഇവിടെ വെട്ടം കുറച്ച് കുറവായതുകൊണ്ട് ഞാനൊരു ലാമ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചൂടാക്കട്ടെ. അവിടെ ചെക്കില് വെള്ളം ഉണ്ടമ്മേ. വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി തുടങ്ങിയതിലുണ്ടായ പാത്രം കഴിപ്പുണ്ടായ വെള്ളമാണ്. വെള്ളം വറ്റി, ഇത് വെള്ളം വറ്റി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം. റൗണ്ടില് ഫുള്ള് വെളിച്ചെണ്ണ. ഇനി വെളിച്ചെണ്ണ ചൂടാവണം. എന്നിട്ട് അതിന് നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്, സവോള ഇടണം.
സവോളയും പച്ചമുളകും ഒന്ന് വാട്ടണം. ഈ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അതൊക്കെ ഞാൻ കാട്ടിക്കൊടുത്തു. ഒരു സവോള അരിഞ്ഞത് അതിലേക്കിടാം. ഒരു പച്ചമുളക്, ഒരു പച്ചമുളകാണോ അത് വലുതായ കാരണം? നന്നായിട്ടല്ല, ചെറുതായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. മുകളിൽ കൂടി ഇങ്ങനെ വെളിച്ചെണ്ണൊക്കെ കൊടുക്കാം. ഉപ്പിടണം. ഉപ്പ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒന്ന് വാടട്ടെ അതിൻ്റെ. അത് വാടണ്ട, ഒന്ന് വാടിയാൽ മതി. ചെറുതായി ഒന്ന് വാടി ചെറിയ കാപ്പി കളർ വരുമ്പോ, കാപ്പിയല്ല മഞ്ഞ കാപ്പി ആകും. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ പലഞ്ഞിനെ അതിലേക്ക് വെച്ചിട്ട് മൂടി വെക്കണം, അല്ലെങ്കിൽ അത് പൊട്ടും. നന്നായി അവിടെ മുരിഞ്ഞ സൗണ്ട് പോലെ ഉള്ളി അടക്കുണ്ടാവും പോയിട്ടില്ല. അത് ഇങ്ങനെ വാടി കൊടുക്കുക. അപ്പൊ നമ്മുടെ പനിമീൻ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ഒന്നും വെക്കണ്ടല്ലേ, മുടി വെക്കാം. അപ്പൊ നമ്മളെ മീൻകറി ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. മീൻകറി എന്തായാലും നോക്കാം. മീൻകറി എന്തായാലും നോക്കാം. മീൻകറി നല്ലതാണ്. മീൻകറി തിളച്ച് വന്നു. അത് ഞാൻ വറ്റട്ടെ. നമുക്ക് അതെന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? സിമ്മിലിട്ട് കൊടുക്കണം. സിമ്മിലിട്ട് കൊടുക്കണം, കുറക്കണം ഗൈസ്. അതിന് പതുക്കെ അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. പത്ത് മിനിറ്റ് ആയിട്ടോ. അപ്പൊ നമ്മുടെ മുട്ട കാണിക്കട്ടെ. പരിമീൻ വെന്തിട്ട് ഇതിനൊന്നും അധികം വേവില്ലല്ലോ. ചെമ്മീൻ്റെ പോലത്തെ മണമല്ലോ. നല്ല മണം പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇടില്ല കേട്ടോ. മുളക് പൊടി ഇടൂല, മഞ്ഞൾപ്പൊടി. മുട്ട എപ്പോഴാ? പിന്നെ ഉള്ളത് ഗരം മസാല. നമ്മുടെ ഇതുണ്ട് ഗരം മസാല, ഒരു ഹാഫ് ഗരം മസാല. പിന്നെന്താ ഇതിൽ നമ്മൾ കുരുമുളക് പൊടി ഇച്ചിരി ഇട്ടെടുക്കുന്നുണ്ട്. കുറച്ച് ഇളക്കണ്ടത്. ഇത് സിമ്പിളായിട്ട് പല്ലിമീൻ ഉണ്ടാക്കാൻ, പല്ലിമീനും മുട്ട ഉണ്ടാക്കാൻ ഇതിന്റെ ടേസ്റ്റ് സിമ്പിളാണെങ്കിലും സിമ്പിളാണ് കാര്യങ്ങൾക്ക് ഏറ്റവും ടേസ്റ്റ് അല്ലേ? കൊറേ ഉണ്ടാക്കുമ്പോ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായി കാണുന്നു. ഞാൻ സൂം ചെയ്ത് വെച്ചാൽ നന്നായി കാണും. ഈ പലകിനൊന്നും നമ്മൾ അതിങ്ങനെ ഉടച്ചു കൊടുക്കണില്ല. അത് അതിന്റെ ഷേപ്പിൽ തന്നെ ഇരുന്നോട്ടെ. അതിന്റെ ഷേപ്പ് ഇരിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഉടക്കൂല, കുറച്ചെന്നെ ഉടക്കും. മുട്ട പുഴുങ്ങിയ മുട്ടയല്ലേ? പച്ച മുട്ട കിട്ടൂല. പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞു. ഇത് നന്നായി ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പൊ നന്നായിട്ട് അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്ത് അടി പിടിക്കുക. പക്ഷെ ഇന്നിപ്പോ ഈ പലഞ്ഞീൻ ഇങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വല്ലാണ്ടിട്ട് ഇളക്കാത്തത്. ഇനിയും ചെയ്യാം. എങ്ങനെ ചെയ്താലും നമ്മൾ എന്തായാലും ചവച്ചരച്ചല്ലേ കഴിക്കണം. ഇനി ഇത് പലഞ്ഞീനാണ് എന്നറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സാധാരണ
ഇതിങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് എന്താണെന്ന് അറിയില്ല നമ്മൾ. പിന്നെ പറഞ്ഞു കൊടുക്കണം. പിന്നെ ഇപ്പൊ കണ്ടു തുടങ്ങിയ ഹാഫായിട്ട് ഹാഫാക്കണം. രണ്ട് ഡിഷും കഴിഞ്ഞാൽ നമുക്ക് ചോറില്ല. പക്ഷെ ഞാൻ ഇപ്പൊ ചോറിനില്ല കേട്ടാ. ഇത് ടേസ്റ്റ് ചെയ്തെന്ന് ഞാനാണ് കേട്ടാ. ഞാൻ പറയും എങ്ങനെയുണ്ടെന്ന്. മീൻകറി ഒട്ടിക്കൊണ്ടിരിക്കാണ്. നല്ല സ്മെല്ലാ. ഇതിപ്പോ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഈ മാളൂന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അതായത് ആ പാത്രം ഒന്ന് കഴുകിക്കൊണ്ടുവന്ന് കഴുകി തുടച്ചുണ്ട കണ്ട. ഇപ്പം ആ പലഞ്ഞീനൊക്കെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്, ഉടഞ്ഞിട്ടില്ല. ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനം ഉണ്ടത്. ഭയങ്കര ടേസ്റ്റാ. ഇത് നമുക്ക് എപ്പോഴും കിട്ടൂലല്ലോ, അതുകൊണ്ട് ആണോ? മാളൂര് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. കഴിച്ചു നോക്കിയേ. എങ്ങനെയുണ്ട്? നല്ല എരിവുണ്ടതാണ്. ടേസ്റ്റ് അറിയാൻ പറ്റില്ല, പക്ഷെ നല്ല ടേസ്റ്റ്. കുരുമുളകിന്റെ എരിവല്ലേ? ടേസ്റ്റില്ലേ? ചോട്ടുവിന് ഇത്തിരി കൊടുക്കട്ടെ. ചോട്ടുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തേട്ടോ. ചോട്ടു എന്ത് പറയുന്നു? ചോട്ടു എങ്ങനെയുണ്ട്? സൂപ്പർ. അച്ഛാ പലഞ്ഞീൻ വറുത്തത് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്കറിയില്ല ടേസ്റ്റ്. ഇപ്പൊ കറിതേ പറ്റി. ചാളക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പലഞ്ഞീൻ വറുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളും പുതിയ പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബായ്. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ കമൻ്റൊക്കെ ഇടണം, ലൈക്കൊക്കെ ചെയ്യണം കേട്ടാ. ടാറ്റാ.